ഉണ്ടല്ലേ പിറകിൽ ഇത്രയും കുത്തായിട്ടുള്ള കയറ്റം കയറിയാണ് നമ്മൾ വരാനുള്ളത്. അപ്പോൾ ആ ഒരു കയറ്റവും ഇതിപ്പോൾ കാഴ്ചയിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വിഷ്വലിൽ കാണുമ്പോൾ ഇതൊരു അവിടെ ഒരാൾ കയറി വന്ന് തളർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇനി അടുത്ത ഘട്ടം ഈ ഒരു റോപ്പും കൂടെ അങ്ങ് കയറി എത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ അല്ലേ? പക്കയല്ലേ? അരമണിക്കൂർ എടുക്കുമല്ലേ? അപ്പോൾ കയറി പോയിട്ട് വന്ന ആൾക്കാരാണ് പറഞ്ഞത് ഇനി ഏകദേശം 1/2 കിലോമീറ്റർ കൂടെ ഉണ്ട്. 1/2 കിലോമീറ്റർ കയറാനായിട്ട് അരമണിക്കൂറോളം എടുക്കുമെന്നുള്ളത്. ഇത് ചെങ്കുത്തായ കയറ്റമാണ് കേട്ടോ. കാഴ്ചയിൽ നിങ്ങളിങ്ങനെയൊക്കെ കാണുന്നതല്ല, ഇത് വളരെ 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 ഹെവി കയറ്റമാണ്. നമ്മുടെ സുഹൃത്തുക്കൾ കൊളീഗ്സ് എത്തിക്കഴിഞ്ഞ് അവരും നമ്മുടെ കൂടെ എത്തിക്കഴിഞ്ഞ്. ചോക്ലേറ്റ് ഉണ്ടോ? നമ്മുടെ പൊന്നപ്പെട്ട പയ്യന്മാർ ചോക്ലേറ്റ് കൊണ്ടുവന്നു. ഞാൻ ഇങ്ങനെ ഒരു ചോക്ലേറ്റിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും കേട്ടോ, ഈ ഏകദേശം മനസ്സിലാവും ഇതിൻ്റെ കയറ്റം എങ്ങനത്തതാണെന്ന്. ഞാനിതിൻ്റെ മുകളിലോട്ടുള്ള വിഷ്വൽ കാണിച്ചാൽ ഇനി മുഴുവൻ തൂങ്ങി പോകാനുള്ള സംഭവങ്ങളാണ്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഒരു മരത്തിൽ ഇങ്ങനെ റോപ്പ് കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നിട്ട് ഇത് ഈ റോപ്പ് പിടിച്ച് വേണം മുകളിലേക്ക് പോകാനായിട്ട്. റോപ്പ് പിടിക്കാതെയും പോകാൻ പറ്റും, പക്ഷേ ഇച്ചിരി റിസ്ക്കാണ്. എന്താണ് താഴെ ഇറക്കും? ഓക്കെ, 12 മണിക്ക് അവിടെ നിന്ന് മുകളിൽ നിന്ന് ആൾക്കാരെ താഴെ ഇറക്കും. അതുകൊണ്ട് നമ്മുടെ ഇനിയുള്ള യാത്ര എത്രത്തോളം സ്പീഡപ്പ് ആവുന്ന, അപ്പോൾ നമുക്ക് കുറച്ച് ടൈമെങ്കിലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് കടക്കേണ്ടത് 3 മലകളാണ്. ഈ 3 മലകളും നമുക്ക് റോപ്പിൽ തൂങ്ങി മാത്രമേ മുകളിലേക്ക് കയറി പോകാൻ സാധിക്കുകയുള്ളൂ. അതിലാദ്യത്തെ മലയുടെ ചുവട്ടിലാണ് നമ്മളിപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. 2 സൈഡിൽ ഇരുവശത്തും ഈ പറഞ്ഞ നിമിടമായിട്ടുള്ള ഈ കുറ്റിക്കാടുകൾക്കിടയിലൂടെ നമ്മളിങ്ങനെ ഈ സ്പേസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ റോപ്പുണ്ട്. അപ്പോൾ ഈ റോപ്പ് നമ്മളിനി ക്ലൈംബ് ചെയ്ത് അങ്ങ് മുകളിൽ വരെ പോകണം. അതാണ് നമ്മുടെ പണിയെന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ ഇങ്ങനെ റോപ്പ് കിടപ്പുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ, ഈ വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം സംഭവങ്ങൾ മനസ്സിലാവും. ഇവിടെ വിഷ്വൽസ് കാണുമ്പോഴല്ല, ശരിക്കും ഇതിൻ്റെ ഡയറക്റ്റായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഒരിക്കലും ക്യാമറയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു കയറ്റവും ഇതിപ്പോൾ കാഴ്ചയിൽ ചിലപ്പോൾ നിങ്ങൾ ഈ വിഷ്വലിൽ കാണുമ്പോൾ ഇതൊരു സിമ്പിളായിട്ട് തോന്നും, പക്ഷേ ഫുള്ളായിട്ട് അയാളുടെ ബോഡി മുഴുവൻ ആ കൈകളുടെ ആ ഭാരത്തിൽ, ആ കൈകൾ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ ഭാരത്തിലാണ് നിന്ന് മുകളിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കൂടെ വന്ന ലേഡീസും ഈ പറഞ്ഞ ഇതിന് റെഡിയാവുകയാണ്. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ അല്ലേ? പക്കയല്ലേ? അപ്പോൾ അവർ ഓക്കെയാണ്. അപ്പോൾ ഇനി കൂടുതൽ വിഷ്വൽസ് എനിക്കിത് എടുക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് കയറി പിടിച്ച് വേണം മുകളിലേക്ക് പോകാനായിട്ടുള്ളത്. അപ്പം ഞാനും ഇവരുടെ കൂടെ ഇതിന് തയ്യാറാവുകയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള 2 ലേഡീസും ആദ്യഘട്ട റോപ്പ് ക്ലൈമ്പിങ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് റോപ്പ് ക്ലൈമ്പിങ്? കുറച്ച് പേടിയുണ്ടായിരുന്നു കയറി തുടങ്ങിയപ്പോൾ. അങ്ങ് കയറി, ഒന്നും നോക്കാതെ കയറി. സൂപ്പറായിരുന്നു. ഇവരെൻ്റെ പിറകെ വരുന്നുണ്ടായിരുന്നു. ഇവർ വരുന്ന സംഭവം വിഷ്വൽസ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ പെട്ടെന്ന് എന്നെക്കാളും സ്പീഡിന് ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങ് കയറി വന്ന്, ഇതിപ്പോൾ നമ്മൾ വിചാരിക്കും പോലെ നിസ്സാരമായൊരു സംഭവമല്ല കേട്ടോ. ഈ കയറി വന്ന റോപ്പ് ക്ലൈമ്പിംഗ് എന്ന് പറയുന്നത് അസാധ്യമായ മനധൈര്യമുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റൂ. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഭയങ്കര ഹെൽത്തി ആയിരിക്കണം. ഹെൽത്തി ആയിട്ടൊന്നും കാര്യമില്ല, അസാധ്യമായ മനധൈര്യം വരുന്നതല്ലേ. അപ്പോൾ ഇവരുടെ കൂട്ടത്തിലുള്ള 2 പേര് കയറാൻ തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ? 2 യൂണിഫോം താഴെ നിന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? കയറി പേടിയുണ്ടായിരുന്നു? പിന്നെ തന്നെ അതല്ലേ, ഈ റോപ്പിൽ പിടിച്ച് വന്നപ്പോഴത്തേക്ക് നെഞ്ചിൽ എന്തെങ്കിലും വെട്ടൽ വരുന്ന ഒരാൾക്ക് നെഞ്ച് വെട്ടലുണ്ട്? ഉണ്ട്, നന്നായിട്ട് വരും തന്നെ.
കൈവിട്ടാ പോയി, കൈവിട്ട് കഴിഞ്ഞാൽ തീർന്ന്. അപ്പോൾ അതാണ് വിഷ്ണു നോക്കിയിട്ട് സ്ലിപ്പാവും. അങ്ങനെ കിടക്കരുത്. അവിടെ ഒരാൾ കയറി വന്ന് തളർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ. ഈശ്വര, അവിടെ നിന്ന് ഉരുളാനുള്ള ശാന്തി കൊടുക്കണം. അങ്ങനെയല്ല എന്നുവെച്ചാല് ഞാനീ പറഞ്ഞ പോലെ നമ്മുടെ ഫിസിക്കൽ സ്ട്രെയിനേക്കാളും ഈ റോപ്പ് പിടിച്ച് കയറുമ്പോൾ നമുക്ക് മെന്റൽ സ്ട്രെയിനാണ്. മെന്റലി നമുക്ക് പേടിയാണ്. കാരണം നമുക്കറിയാം ഈ കൈയൊന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു അതാണ് ഇവിടെ ഈ നടക്കുന്ന വഴികൾ അത്രയും വഴുക്കലാണ്. അപ്പോൾ ഇത് ശരിക്കും ഇത് ഫസ്റ്റ് റോപ്പ് ക്ലൈമ്പിങ് നമ്മൾ കഴിഞ്ഞു. ഇനി ഇതാ പിറകിലേക്ക് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം, ഇതേ ഇവിടെ പിറകിൽ ഒരു റോപ്പ് കൂടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് റോപ്പ് ക്ലൈമ്പിങ് ഇത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റോപ്പ് ക്ലൈമ്പിങ്ങിന് തയ്യാറെടുക്കുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെ. എൻ്റെ കൂടെ വന്ന ധീര വനിതകൾ ഇതാ സെക്കൻഡ് റോപ്പ് ക്ലൈമ്പിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവർ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രണ്ടാമത്തെ റോപ്പ് കയറി ധൈര്യമായി കയറി, ഒരു പേടിയില്ല. ഇതുവരെ ഈ അഗസ്യമല ട്രക്കിങ്ങിന് വരാൻ കഴിയാത്ത സ്ത്രീകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണം. ഇതുപോലുള്ള വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഇതുപോലുള്ള ട്രക്കിംഗ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത ഈ ഒരു റോപ്പിൽ പിടിച്ച് ഞാനും കയറാൻ പോയത്. ഇതാണ് മൂന്നാമത്തെയും അവസാനത്തെയുമായിട്ടുള്ള റോപ്പ് ക്ലൈമ്പിങ്. ഏറ്റവും അപകടം പിടിച്ചൊരു മലയാണിത്. ഓ ഡേഞ്ചർ. ഇത് കയറി കഴിഞ്ഞാൽ നമ്മളങ്ങ് ടോപ്പിലെത്തും. അപ്പോൾ ഈ കാണുന്ന ഈ സ്പേസാണ് ഞാനീ പറഞ്ഞ ഇച്ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പേസ്. അപ്പോൾ ഇത് ഇവിടേക്ക് വരുന്ന ആളുകൾ ഈ ഇത്തരം ചില സംഭവങ്ങളുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിറകിലേക്ക് പക്ഷേ ഈ നമ്മുടെ ഈ കോടമഞ്ഞ് കാരണം എനിക്ക് കൂടുതൽ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. വളരെ ചെങ്കുത്തായിട്ടുള്ള സ്റ്റീപ്പായിട്ടുള്ള ഒരു മലയാണ് ഇത് ഈ കാണുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പിടിച്ച് കയറാനായിട്ട് പ്രത്യേകിച്ച് കല്ലുകളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ പാതി വഴിക്കില്ല. ആകെ ഉള്ളത് ഈ റോപ്പാണ്. ഈ റോപ്പിൽ പിടിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഇവിടെ ഇങ്ങനെ പിറകിൽ കണ്ടില്ലേ, പിറകിൽ ഇത്രയും കുത്തായിട്ടുള്ള കയറ്റം കയറിയാണ് നമ്മൾ വരാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ വന്ന സമയത്ത് നമ്മുടെ കൂടെ ഈ ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസറും കൂടെ ഒരു ഗൈഡും കൂടെ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഇതുപോലുള്ള ഈ ദുർഘടമായിട്ടുള്ള പാതകൾ കയറി വരാനായിട്ടുള്ള ആരോഗ്യമുള്ള ആളുകൾ മാത്രമേ ഇങ്ങോട്ട് വരാവൂ. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര കാറ്റും കോടമഞ്ഞുമാണ്. ഇവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായി കാണാൻ പോലും പറ്റുന്നില്ല. അടുത്ത് ഇച്ചിരി അകലെ നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ കഴിയുന്നില്ല. അല്ലായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് കാണുന്ന ഒരു പ്രകൃതി ദൃശ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ 4 ചുറ്റും നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരുന്നു. ഒരുപാട് ഡാമുകൾ, പേപ്പാറ ഡാമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നു. അത്ര പ്രകൃതി മനോഹരമായിരുന്നു. പക്ഷേ ഈ കോടമഞ്ഞ് കാരണം നമുക്ക് അതൊന്നും കിട്ടില്ല. ഇനി നമ്മൾ പോകുന്നത് ഈ അഗസ്ത്യ മുനിയുടെ പ്രതിമയിരിക്കുന്ന സ്ഥലത്തോട്ടാണ്. അപ്പോൾ ഈ ഒരു പാറയുടെ മുകളിൽ തന്നെ വലിയ കുറ്റിക്കാടുണ്ട്. ഇത്രയും മരങ്ങൾ കൊണ്ട് നിറഞ്ഞ് നിബിഡമായി നിൽക്കുന്ന ഈ കുറ്റിക്കാടിനകത്താണ് അഗസ്ത്യമുനിയുടെ പ്രതിമയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രതിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിമയിരിക്കുന്ന ഭാഗത്ത് ഇവിടെ ഇത്രയും കാറ്റുണ്ടെങ്കിൽ പോലും നമ്മൾ ഇവിടെ പ്രതിമയുടെ അടുത്തൊരു നിലവിളക്കുണ്ട്. ആ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ അത് കെടുമായിരുന്നില്ല. പണ്ട് നമ്മളിവിടെ വരുമ്പോൾ അതിനകത്ത് പോയി നിലവിളക്കൊക്കെ കത്തിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് അതിനടുത്തോട്ട് പോകാൻ കഴിയില്ല. ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ആ സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഈ പറഞ്ഞ ഒരു സൗകര്യങ്ങളും കാഴ്ചകളും എന്ന് പറയുന്നത്.
മൂടൽമഞ്ഞ് കാരണം ഇവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഈ കാറ്റും തണുപ്പും സുഖകരമായ ഒരു അനുഭവം തന്നെയാണ്.